ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക് പ്യോർലി ഫോർ ഗേൾസ് ആണ്. ഞാൻ ഗേൾസിനായിട്ട് ഈ വീഡിയോ എന്താ പറയുക ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, ദോസ് ഹു ആർ ഫേസിങ് സോ മച്ച് ഓഫ് പ്രോബ്ലം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രീഡം. ബോയ്സിന് ഗേൾസിനേക്കാളും ഫ്രീഡം ഉണ്ടെന്ന് ഞാൻ പറയും. ഓഫ് കോഴ്സ് ബോയ്സിന് ഗേൾസിനേക്കാളും ഫ്രീഡം ഉണ്ട് പല കാര്യങ്ങളിൽ. ഓക്കെ, നമുക്ക് വിദ്യാഭ്യാസം തൊട്ട് ജോലി തൊട്ട് കല്യാണം, ഈവൻ ലൈക്ക് വിധവ അല്ലെങ്കിൽ ഡിവോഴ്സ്, ആ ഒരു ലെവൽ വരെ സംസാരിക്കാം. ഫസ്റ്റ്, പെൺകുട്ടി ആൺകുട്ടി ഇവരില് പാരന്റ്സിൽ വരുന്നൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടിയെ അടക്കി പിടിച്ചു, ആൺകുട്ടിയെ അവനൊരാണല്ലേ, അവൻ പോയി കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെണ്ണാണ്, നീ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, ഇത്ര ടൈമിങ്, അങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെ പഠിച്ചാൽ മതി, എല്ലാത്തിനും ഒരു ഓവർ കൺട്രോൾ ഉണ്ടാവും. പക്ഷേ ഇതേ സംഭവം തന്നെ ബോയ്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അവനൊരാണല്ലേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അറ്റ് ദ സെയിം ടൈം ആണുങ്ങൾക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ട്രാപ്പാണ് സൊസൈറ്റി ആയിട്ട് വച്ചു കൊടുത്തേക്കണത്. ആണായ കരയോടാ, നീ ഒരാണല്ലേ കരയോ എന്നുള്ളൊരു ചോദ്യം. ഈ ഗേൾസ് അനുഭവിക്കുന്ന ആ ഒരു വിഷയത്തിന്റെ ഒറ്റ ഡയമെൻഷനാണ് അങ്ങോട്ട് പോകുന്ന ഈ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒത്തിരി ഗേൾസിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും, കല്യാണത്തിനെ സംബന്ധിച്ചിടത്താണെങ്കിലും, ട്രാവൽ ചെയ്യാനാണെങ്കിലും. ചില പെൺകുട്ടികളുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊന്ന് രാത്രി ഒരു 10 മണി അല്ലെങ്കിൽ 11 മണി സമയത്ത് ഒന്ന് പുറത്ത് പോകണം, ഒന്ന് കറങ്ങണം, ഫ്രണ്ട്സ് കൂടെയൊക്കെ ഒന്ന് കറങ്ങണം. അപ്പൊ അതിനൊന്നും സമ്മതിക്കാതെ ഈവൻ പെൺകുട്ടികളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും, അതായത് പാരന്റ്സ് തീരുമാനിക്കും എന്നുള്ള ഒരൊറ്റ ലൈനിൽ കൂടെ പോകുന്നവരുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഗേൾസ് സഫർ ചെയ്യുന്ന വിഷയങ്ങൾ, അവരുടെ ഒരു ഫ്രീഡം, ആരാണ് അവർക്ക് ഫ്രീഡം കൊടുക്കേണ്ടത്, അവരുടെ ലൈക്ക് കാലി കിടക്കുന്ന കൊലുസാണെങ്കിലും ചങ്ങലയ്ക്ക് തുല്യമാണെന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ കാണ്ട് യു ഓവർകം, ഇത് എതിർത്ത് മുന്നോട്ട് എന്തുകൊണ്ട് പോയിക്കൂടാ? ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ഈസി അല്ല. എസ്പെഷ്യലി ഒരുപാട് ഭയങ്കര ഹെവി ഓർത്തഡോക്സ് ഫാമിലിയിലൊക്കെ നിൽക്കുന്നവര്, പഠിക്കാൻ നല്ല ടാലന്റഡ് ഉള്ള പെൺകുട്ടികളാണെങ്കിൽ പോലും 10ാം ക്ലാസ് കഷ്ടി, അത് കഴിഞ്ഞ പഠിത്തം നിർത്തിയിട്ടുണ്ടോ, മേ ബി എഡ്യൂക്കേഷനിൽ ലൈക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടായിരിക്കും. അവൻ പഠിക്കട്ടെ, നീ 10ാം ക്ലാസ് ആണ്, നീ ഇവിടെ ഇരുന്നാൽ മതി, വേറൊരുത്തന്റെ വീട്ടിൽ പോയി കടുകും മുളകും പൊട്ടിക്കാനല്ല, അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ ആഗ്രഹങ്ങളുടെയും ഡ്രീംസ് അല്ലെങ്കിൽ അവരുടെ ഒരുപാട് കഴിവുകളെ അടുക്കള എന്ന് പറയുന്ന 4 ചുമലിന്റെ ഉള്ളിൽ ഗ്യാസ് എത്തിച്ച് ചീനിച്ചട്ടിൽ വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ചങ്ങ് ഇല്ലാതാക്കുകയാണ്. അതിനകത്ത് ഈ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇതും ഇങ്ങനെ തന്നെ മതി എന്നുള്ളതാണ്. ഓക്കെ, സൊസൈറ്റി തന്നെ ഒരുപാട് ഇങ്ങനെ റൂൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക്. അപ്പൊ എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിച്ചാൽ പോലും, അവൾ എന്തിനാ സമയത്തോടെ വന്നു, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടു, അങ്ങനെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഗേൾസ് ഫേസ് ചെയ്യുന്ന വരുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പം പല ആൾക്കാരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. കല്യാണത്തിന്റെ കാര്യം ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും, കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പാരന്റ്സ് ശരിക്കും ഒരു ഫ്രണ്ട്ലി മാനറാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഐ മീൻ സ്പെഷ്യലി കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ളപ്പോ കല്യാണം കഴിക്കട്ടെ, കല്യാണം കഴിക്കണ്ടെങ്കിൽ കല്യാണം കഴിക്കണ്ട, അതിനെയൊക്കെയാണ് ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെ? ഒന്നിനും കമ്പൽ ചെയ്യാതെ അഥവാ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഡിസിഷൻ എടുക്കുന്ന രീതിയിൽ ഉള്ള ഒരു പാരന്റിങ് എത്ര വീടുകളിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഗേൾസിന് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ്. അപ്പം ഈ പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും, കുറച്ച് സ്ഥലം മാറിപ്പോയി പഠിക്കേണ്ട സ്ഥലങ്ങളാണെങ്കിലും, ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രൊഫഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കോഴ്സൊക്കെ പെൺകുട്ടികൾ എടുക്കുമോ? നാട്ടുകാരോട് എന്ത് പറയും, കുടുംബക്കാരോട് എന്ത് പറയും? ഒരു ഗുണവുമില്ലാതെ വെറുതെ നമ്മളെ പറ്റി കുറച്ച് മാത്രം പറയാൻ ഇരിക്കുന്ന കുടുംബക്കാരും നാട്ടുകാരുമാണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന സംഭവം, ജോലി, വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലി കിട്ടി, സമ്പാദിക്കാൻ തുടങ്ങി. അതില് ഒരു 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോ ചെലവാക്കണം, അല്ലെങ്കിൽ എങ്ങനെ ചെലവാക്കണം, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ജോലിക്ക് വിട്ടിട്ട് ഭർത്താവ് കുത്തിപ്പിടിച്ച് പൈസ വാങ്ങിക്കുന്ന ഭർത്താവാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ പാരന്റ്സ് വിട്ട് കഴിഞ്ഞിട്ട് ആ പൈസ, ഇപ്പൊ നിങ്ങൾ സിബിലിയൻസ് ആണ്, ചേട്ടൻ അല്ലെങ്കിൽ അനിയനുണ്ട്, അയാൾ ജോലിക്കും പോണില്ല, ഒന്നിനും പോണില്ല, വീട്ടിലിരിക്കുകയാണ്. ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാലറി അല്ലെങ്കിൽ പൈസ അത് അവന് കൊടുക്കണം. അവനാണാണ്, നീ ഒരു പെണ്ണാണ്, നിനക്ക് പൈസയുടെ ആവശ്യമില്ല
അവളുടെ നീഡ്സിനെല്ലാം ക്രോസ് ചെയ്തിട്ടിട്ട് ഇപ്പുറത്തേക്ക് ഫോഴ്സ്ഫുള്ളി കൊടുക്കേണ്ട അവസ്ഥ വരാം. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോയിട്ട് അമ്മായിയും അമ്മായച്ചൻ അവര് പിടിച്ച് പൈസ വാങ്ങുന്ന ഒരു അവസ്ഥ വരാം. ഇതൊന്നുമല്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഒരു ഫ്രീഡം ഒരാൾക്കും ഒരാളുടെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങാനുള്ളതല്ല. ഇവിടെ ഫ്രീഡം കിട്ടിയ അന്ന് തൊട്ട് ഫ്രീഡത്തിന്റെ റിയൽ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയും കുത്തകയല്ല. ഇപ്പൊ എന്റെ ഫ്രീഡം